ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ക്യുക്ക് റിവിഷൻ ചെയ്യുന്നത് അവിട്ടം തിരുനാളിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദളവയായ വേലുത്തമ്പി ദളവേനെ കുറിച്ചിട്ടുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടം 1798 മുതൽ 1810 വരെയാണ്. തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദുർബലനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥ ഉണ്ടാക്കിയ ഭരണാധികാരി അവിട്ടം തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ ദിവാൻമാരാരൊക്കെയാണ്? വേലുത്തമ്പി ദളവ, ഉമ്മിണിത്തമ്പി. ഇതിൽ വേലുത്തമ്പി ദളവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം PYQ ആണ്. കന്യാകുമാരിയിലെ കൽക്കുളത്ത് തലക്കുളത്ത് വീടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. കന്യാകുമാരിയിലെ തലക്കുളത്ത് വീടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നതാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 ഇളമ്പല്ലൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തതിന് അറിയപ്പെടുന്നതാണ് കുണ്ടറ വിളംബരം. മറ്റ് പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്: കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ, അതുപോലെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത്, മൊബൈൽ കോർട്ട്സ് തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി, കുണ്ടറ വിളംബരം 1809 ജനുവരി 11, ഇതൊക്കെയാണ് വേലുത്തമ്പി ദളവയുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് 1809 തന്നെയാണ്. എവിടെ വെച്ചിട്ടാണ്? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം മണ്ണടിയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സെക്രട്ടേറിയറ്റ് വളപ്പിൽ കാണപ്പെടുന്ന പ്രതിമ ആരുടെയാണ്? വേലുത്തമ്പി ദളവയുടെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് വേലുത്തമ്പി ദളവേനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയത്.